ഈശോയിൽ പ്രിയമുള്ളവരെ, കുടുംബം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കുടുംബം എന്ന സംവിധാനത്തിനകത്തുള്ള പൈശാചികമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാത്ത ഒരു ഇൻവിസിബിൾ വേൾഡ് ഈ കുടുംബത്തിനെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്, കുടുംബ സംവിധാനങ്ങൾക്കെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, എന്തെന്നില്ലാത്ത കലഹങ്ങൾ ഉണ്ടാകുക, മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അകലുക, മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കാതാവുക, ദമ്പതികൾ തമ്മിൽ എത്ര എഫേർട്ട് ഇട്ടാലും അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റാതാവുക, അങ്ങനെ എന്തെന്നില്ലാത്ത അസ്വസ്ഥതകളിലേക്ക് കുടുംബത്തെ എത്തിക്കുകയും കുടുംബങ്ങളെ സെപ്പറേഷനിലേക്ക്, വിവാഹമോചനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ ഒരു വലിയ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പൈശാചിക ലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷൻ ഒരു സ്വപ്നം പോലെ, ഒരു വിഷൻ പോലെ ഒരു സംഗതി ഉണ്ടാകുവാണ്. ഒരുപാട് വീടുകൾ ഇങ്ങനെയുണ്ട്. ആ വീടുകളുടെ എൻ്റെ വീടുണ്ട് അതിനകത്ത്. അതിൽ ഓരോ വീട്ടിലും ഓരോ കുടുംബങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ആ വീടിൻ്റെ വാതിലിൻ്റെ അവിടെയായിട്ട് കുറേ അധികം പൈശാചികമായ രൂപങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ചാൻസ് കിട്ടിയാൽ അകത്ത് കയറി ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്നെ ദൈവം തിരുത്തിയ മേഖലയാണ്, എൻ്റെ പോരായ്മ ഉള്ളൊരു മേഖലയാണ്. എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, പക്ഷെ അത് പോരാ. അതെൻ്റെ വ്യക്തി ജീവിതത്തിന് ഞാൻ സഹായിക്കുന്നുള്ളൂ. നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സഭയുടെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ട് സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. സോ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൈശാചിക ലോകത്തിന് നമ്മൾ ആക്രമിക്കാൻ പറ്റാതെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. എല്ലാവരിലും പരിശുദ്ധാത്മാവ് വരണം ഒരു കുടുംബത്തിൽ. അതല്ലാതെ ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായത് മൊത്തം അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അസ്വസ്ഥതകളാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. അതിന് അവിടെ ദൈവം ഏതെങ്കിലും ഒരാളെ ആ കുടുംബത്തിൽ നിന്നും നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തെ ദൈവം അങ്ങോട്ട് നയിക്കുന്നുണ്ടായിരിക്കും. എല്ലാ വീട്ടിലും ഒരു ക്രിസ്തു ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. എല്ലാ വീട്ടിലും ദൈവത്തോട് ആഭിമുഖ്യമുള്ള ഒരാളുണ്ടായിരിക്കും. ആ വ്യക്തിയുടെ കടമയാണ് മറ്റുള്ള ആളുകളെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിലും നിരന്തരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുടുംബങ്ങളാണ് ഒരു മരത്തിൻ്റെ വേര് പോലെയാണ് കുടുംബങ്ങൾ. അതിൻ്റെ ശിഖിരങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. സഭാശ്രേഷ്ഠന്മാരടക്കമുള്ളവർ അതിൻ്റെ ശിഖിരങ്ങളാണ്. ഒരു കുടുംബത്തിൽ നിന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എത്ര പരിശീലനങ്ങൾക്ക് ശേഷവും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇപ്പോൾ എനിക്കൊരു തടക്കദോഷമുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു മോശം കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വരുന്നു, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അത് പൂർണ്ണമായിട്ടൊന്നും തന്നെ വിട്ടുപോകുന്നില്ല. ഞാനത് വേറൊരു വ്യക്തിയെ പോലെ ബിഹേവ് ചെയ്യും. ഞാനൊരു പുതിയ സൃഷ്ടിയാവും. പക്ഷെ ഈ ഫാമിലി എന്ന് പറയുന്നത് അവസാനം വരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിലെ പൈശാചികമായ ശക്തികൾ ശക്തമായിട്ട് ഇടപെടുന്നു. അതിൽ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. കുട്ടികളുടെ മാനസികാവസ്ഥയിൽ പിശാച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. ഒരു കുഞ്ഞ് ബാല്യകാലത്തിൽ അനുഭവിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് മാനസികമായിട്ട് ആ കുഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ ആ കുഞ്ഞാണല്ലോ പിന്നീട് വലുതാകുന്നതും കുടുംബം സൃഷ്ടിക്കുന്നതും ഒക്കെ. സോ ശാസ്ത്രപരമായിട്ട് പറയുന്നുണ്ട് ജനറേഷൻ ഡ്രാമ എന്ന് പറയും. അല്ലെങ്കിൽ ജനറേഷനുകളായിട്ട് ഒരേ കാര്യം ആവർത്തിച്ച് പോരുന്ന ചില ശരിയല്ലായ്മകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്പിരിച്വലി പറഞ്ഞാൽ പാരമ്പര്യത്തിൻ്റെ കെട്ട് എന്ന് പറയും. നമ്മുടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ഒരു കെട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ആ കെട്ട് പൊട്ടിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് എപ്പോഴൊക്കെയോ നമുക്കത്, അതായത് എൻ്റെ അപ്പനും അമ്മയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അവരെ ജഡ്ജ് ചെയ്യാതെ തന്നെ ഞാൻ ഏറ്റെടുക്കും. കാരണം അതെനിക്കൊരു പ്രായമായി ഞാൻ ചിന്തിച്ച് വേറെ എവിടെ നിന്നേലും എനിക്ക് തിരിച്ചറിവ് കിട്ടിയാൽ മാത്രമേ എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെൻ്റെ അപ്പനമ്മയാണ്, അവരാണ് എനിക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ അവരെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചില സ്വഭാവ രീതികൾ, നമ്മുടെ ചില ശീലങ്ങൾ, ഇതിനെല്ലാം പാരമ്പര്യത്തിൻ്റെ ഒരു കെട്ട് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരാൾ ദൈവത്തിലേക്ക് വരണം, ദൈവത്തിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടണം. അല്ലെങ്കിൽ അയാളിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം. പല മനുഷ്യരുടെയും പ്രശ്നം അവർ സ്വയം ചിന്തിക്കുന്നില്ല ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അയാൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടിയോ അതിനെ ഫോളോ ചെയ്ത് പോവാണ്. അത് ശരിയാണോ തെറ്റാണോ ചിന്തിക്കുന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും പിശാചിനൊരു സ്വാധീനം കിട്ടിയാൽ അത് തലമുറകളിലേക്ക് കൊണ്ടുവരാൻ പൈശാചിക ശക്തികൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്നിച്ചിരുന്നും പ്രാർത്ഥിക്കണം. ദൈവം കുടുംബത്തെ പരിപാലിക്കുന്നുണ്ട്. ദൈവത്തിന് കുടുംബത്തിൻ്റെ പ്രാധാന്യം അറിയാം. അതുകൊണ്ട് തന്നെ കുടുംബത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലേക്കും വരാൻ ദൈവത്തിന് സന്നദ്ധമാണ്. ദൈവം ഇടപെടാൻ സന്നദ്ധമാണ്. പക്ഷേ ദൈവത്തിനെ ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരാളെങ്കിലും ആ കുടുംബത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാ കുടുംബത്തിൽ നിന്നും ദൈവം ഏതെങ്കിലും ഒരാൾ ദൈവാഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ദൈവത്തോട് ചായവുള്ളവരായിട്ട് മാറാറുണ്ട്. പക്ഷെ അവർ പറഞ്ഞ മറ്റുള്ളവരുടെ കേൾക്കുമോ എന്നറിയില്ല. പക്ഷേ എങ്കിലും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് വീട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുക്കുക എന്ന് പറയുന്നത്. അതായത് ഈശോയിൽ പ്രിയമുള്ളവരെ,
എനിക്കും ജ്ഞാനം വളരെ കുറവുള്ളൊരു മേഖലയാണ് കുടുംബം. ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിക്കുന്നുണ്ട്. എനിക്ക് ദൈവം എന്തെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ നിങ്ങളോട് പറയാം. എനിക്കിപ്പോൾ ഈ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഒരു വലിയ പൈശാചിക ലോകം, പൈശാചിക ശക്തികൾ, ഇപ്പം അശുദ്ധ പാപം, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പണത്തിൻ്റെ ആസക്തിയുടെ, അതുപോലെ തന്നെ കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പൈശാചിക ലോകം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. സോ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് നമ്മുടെ കുടുംബത്തിന്. അതിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രേ ഫോർ അവർ ഫാമിലീസ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളിലെ അരക്ഷിതാവസ്ഥകൾ ഉണ്ടായാൽ അതൊരാളുടെ ജീവിതത്തിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അത് പ്രത്യേകിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെ ജീവിതകാലം മുഴുവനും വേട്ടയാടുന്ന ഒരു സംഗതിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷന് ആവശ്യമുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ പല മേഖലകൾ ചേർന്നതാണ്. സാമ്പത്തിക അവസ്ഥകളുണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലേക്കെല്ലാം വരാൻ സന്നദ്ധനാണ് ദൈവം. പക്ഷെ ദൈവത്തെ നമ്മൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ സന്നദ്ധതയാണ്, ഒരു കുടുംബത്തിൻ്റെ സന്നദ്ധതയാണ്. ഇനി ആ കുടുംബത്തിൻ്റെ എല്ലാവരും ഒരുപോലെ ദൈവത്തോട് ചായ്വില്ല ഉള്ളവരല്ല എങ്കിലും ഏതെങ്കിലും ഒരാളെ ദൈവം അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിലേക്ക് ചായവുള്ളവരാക്കി നിർത്തിയിട്ടുണ്ടാവും. കാരണം ആ കുടുംബത്തെ ദൈവത്തിന് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു വ്യക്തി മുൻകൈ എടുത്ത് ആ കുടുംബത്തെ മുഴുവനും മോശ ഈജിപ്തുകാരെ ഈജിപ്തിൽ നിന്ന് നയിച്ചതുപോലെ ഇസ്രായേൽ ജനത്തെ നമ്മളെ ദൈവത്തിലേക്ക് നയിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അവരെയൊക്കെ ദൈവത്തിലോട് ചേർത്ത് നിർത്തണം. അപ്പോൾ ദൈവത്തിന് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ദൈവം ഇവർ നശിച്ചു പോകാതെയും നമ്മുടെ കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാവാതെയും ഒക്കെ കാക്കും. ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട് ഒരു കുടുംബത്തിൽ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാവാതിരിക്കില്ല. ഒരാൾ സഹിച്ചു, ഒരാൾ ക്ഷമിച്ചു, ഒരാൾ മറന്നല്ല. അത് ഒരു ഒരു ഇത് മാത്രമാണ്. അതൊരു വിളിയായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ. പക്ഷെ എല്ലാവരും ഒരുപോലെ ദൈവത്തിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ദിവസങ്ങളിൽ എനിക്ക് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് കരുണ തോന്നട്ടെ എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്കും അറിയില്ല ഈ വിഷയത്തെക്കുറിച്ച്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. അമ്മ അത് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾക്ക് എപ്പോഴും ഒരു വലിയ സംരക്ഷണം സ്വർഗത്തിൽ നിന്നും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. അത് ഉറപ്പുവരുത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അത്രയേറെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങൾ പൈശാചിക ലോകത്തു നിന്നും ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് വ്യക്തികളിലൂടെ ആകാം, പല തരത്തിൽ സാഹചര്യങ്ങളിലൂടെ ആകാം. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.